വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ ഒറ്റപ്പാലം വാണിയംകുളം പഞ്ചായത്ത് അധീനതയിലുള്ള സ്ഥലത്ത് നിർമ്മിക്കുന്ന ടർഫ് മാർച്ചിൽ നാടിന് സമർപ്പിക്കും. മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നിർമ്മാണത്തിലിരിക്കുന്ന ടർഫ് സന്ദർശിച്ചു. 80% പ്രവൃത്തി പൂർത്തിയാക്കിയ ടർഫ് കായിക പ്രേമികൾക്ക് മാർച്ചിൽ തുറന്നുകൊടുക്കും. ടർഫിന്റെ പുല്ലുവിരിക്കലും ലൈറ്റുകൾ ഘടിപ്പിക്കലും ഇന്റർലോക്ക് കട്ട വിരിക്കലും പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. വാണിയംകുളം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിന് സമീപമുള്ള പഞ്ചായത്തിന്റെ 93 സെന്റ് സ്ഥലത്താണ് മൈതാനം ഒരുങ്ങുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4.32 കോടി രൂപ ചിലവിലാണ് പദ്ധതി. സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് മൈതാനം നിർമ്മിക്കുന്നത്. ചുറ്റുമതിൽ നിർമ്മാണവും കെട്ടിട നിർമ്മാണവും ഗാലറിയുടെ പ്രവൃത്തിയും മറ്റും പൂർത്തിയായി. പ്രവൃത്തി പൂർത്തീകരിക്കാൻ നിശ്ചയിച്ച സമയത്തേക്കാൾ 5 മാസം കാലാവധി കരാറുകാരന്റെ അഭ്യർത്ഥന മാനിച്ച് നീട്ടി നൽകിയിരുന്നു. ഒരു ചെറിയ തുക വാണിയംകുളം പഞ്ചായത്തിന് ലഭിക്കുന്ന നിലയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മൈതാനത്തിന്റെ നടത്തിപ്പിനായി ഒരാളെയും ചുമതലപ്പെടുത്തും. ടർഫിന്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ്. മാർച്ചിൽ കായിക പ്രേമികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. ടർഫ് വാണിയംകുളം പഞ്ചായത്തിന് ഒരു മുതൽക്കൂട്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. പി മമ്മിക്കുട്ടി MLA, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ, സ്ഥിരസമിതി ചെയർമാൻ പി ഹരിദാസൻ, പഞ്ചായത്ത് അംഗം സുജിത് പി രാജ് എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.